ലോകത്തിന്റെ ഗുരു നുണ പറയാത്ത, കളവ് പറയാത്ത, അള്ളാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ അന്ന് അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് തങ്ങളോട് പറഞ്ഞില്ലേ, അബ്ദുല്ലാ, എന്റെ നാവിൽ നിന്ന് സത്യമല്ലാതെ വരില്ല, എഴുതി വെച്ചോ. ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, എന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും പിഴവ് വരുമെന്ന് നിങ്ങളോട് പറയുന്ന ഖുറൈശികളുടെ വാക്ക് നിങ്ങൾ കേൾക്കണ്ട. ലാ യഖ്റുജു മിൻ ഹാദാ ഇല്ലൽ ഹഖ്, ഈ നാവിൽ നിന്ന് ഹഖല്ലാതെ വരികയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിൻദാനി ഹദീസ് അങ്ങോട്ട് കൊടുത്തു സ്വഹീഹ് മുസ്ലിമിലെ. ആ സയന്റിസ്റ്റ്, അദ്ദേഹം ജിയോളജിസ്റ്റ് ആണ്, ഭൂമിയുടെ ഭൂഗർഭശാസ്ത്രം പഠിക്കുന്ന ആളാണ്, ഭൂമിയുടെ അകം, ഭൂമിന്റെ ഉള്ളിൽ കിടക്കുന്ന അത്ഭുതങ്ങൾ പഠിക്കുന്ന സയന്റിസ്റ്റ്, തായ്ലൻഡുകാരനോ ജപ്പാൻകാരനോ ആണ്. ആ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞു, ഇതൊരു മനുഷ്യനെ കൊണ്ട് പറയാൻ കഴിയില്ല. ഇതെങ്ങനെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞത്? ഹി ഷുഡ് ബി ഡിവൈൻലി ഇൻസ്പയർഡ്. ദിവ്യമായ എന്തെങ്കിലും വെളിപാട് കൊണ്ടല്ലാതെ പറയാൻ കഴിയാത്ത വാക്കാണിത്. അറബ് രാജ്യങ്ങളിലാണ് ഇനി മുതൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടാൻ പോകുന്നത്. അവിടെ അരുവികൾ വരും, അവിടെ മനോഹരമായ തോട്ടങ്ങൾ ഉണ്ടാകും, കൃഷിയിടങ്ങൾ സമൃദ്ധമായി വളരും. ഇങ്ങനെ ആവുന്നത് വരേക്കും ലോകാവസാനം നടക്കുകയില്ലെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സംഭവം നടക്കുന്ന കാലത്തെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഫീ സമനി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഭൂമി അതിന്റെ ബറക്കത്തുകൾ പുറത്തു കൊണ്ടുവരുന്ന കാലമുണ്ട്. അന്നായിരിക്കും അറബ് ലോകം ഒന്നാകെ സമൃദ്ധമായ മഴ പെയ്യുന്നത് എന്ന് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ. എന്നാൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു, അതിലേക്കുള്ള സൂചനയാവണം അറബ് ലോകത്ത് പച്ചപ്പ് കണ്ടുവരുന്നത്. അറബ് ലോകത്ത് വെള്ളം സമൃദ്ധമാണെന്ന്. അറബ് ലോകത്ത് ഇഷ്ടം പോലെ കൃഷി നടക്കുന്നുണ്ട്, ഇഷ്ടം പോലെ കൃഷി. ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ നടന്ന ഉപരോധത്തിന്റെ പേരിൽ അവിടെ അവർ കൃഷി തുടങ്ങുകയാണ്, കൃഷി ആരംഭിച്ചു. അതിനർത്ഥം എന്താണ്? മരുഭൂമിയെ പച്ചയാക്കി മാറ്റാൻ സാധ്യതയുണ്ട്, ഞങ്ങൾക്കതിന്റെ ടെക്നോളജി ഉണ്ട് എന്ന് തന്നെയാണ്. സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടി അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങൾ സ്വയം പച്ചക്കറികളും കൃഷികളും പഴവർഗ്ഗങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കൃഷി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചു നോക്കുക, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ആ വഴിയിലൂടെ യാത്ര പോകുമ്പോൾ എവിടെയെങ്ങാനും ഒരു കിണർ കണ്ടാൽ ആ കിണറിനെ ചൊല്ലി ഗോത്രങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് വേണം ഈ വെള്ളം, ഇത് ഞങ്ങളുടേതാണ്, ഇത് വിട്ടുതരില്ല എന്ന് പറഞ്ഞ് കിണറുകൾക്ക് വേണ്ടി യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അത്രയും ദുർലഭമായിരുന്ന കിട്ടാക്കനിയായിരുന്ന ശുദ്ധജലം ഇന്ന് സമൃദ്ധമായി അറബ് രാജ്യങ്ങളിൽ ഉണ്ടെന്ന് ഓർക്കുമ്പോൾ മുത്തുനബി തങ്ങളുടെ വാക്കുകൾ പുലരാൻ സമയമായി തുടങ്ങി എന്ന് മുഅ്മിനീങ്ങളായ ആളുകളുടെ ഹൃദയങ്ങളിൽ ഈമാൻ വർദ്ധിക്കണം. ലോകത്തിന്റെ ഗുരു പറഞ്ഞതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ദോ ആലം നെ അലാമാത് ബതാ ദീ, आएगी कब क़ियामत ये बात बता दी, जब तक रहेगा एक भी कलिमे का पढ़ने वाला तब तक रहेगी दुनिया ये बात बता दी. അല്ലാഹുവിന്റെ റസൂൽ അന്ത്യനാളിന്റെ അടയാളങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് പറഞ്ഞു തന്നില്ലയോ? ഏത് കാലം വരെ ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആളുണ്ടാകുമോ അതുവരെ ഈ പ്രപഞ്ചത്തിന്റെ സർവനാശം നടക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ മേൽ സ്വലാത്ത് നമ്മൾ ഉറക്കെ ചൊല്ലണം. ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, അങ്ങനെ ഉറക്കങ്ങ് സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. ജാഹിൽ ഖടേംഗെ മസലേ ആലിം സെ ഹോംഗെ ദൂർ, ആധാർ ഖിയാമത്ത് കി യേ ബാത് ബതാ ദീ. വിവരമില്ലാത്ത ആളുകൾ മൊബൈൽ ഫോൺ എടുത്ത് അവനവന്റെ ഇഷ്ടം പോലെ ഉത്തരങ്ങൾ പറയുന്ന കാലം, മസ്അലകൾ പറയുന്ന കാലം, ഹലാലും ഹറാമും വിളിച്ചു പറയുന്ന കാലം, ആലിമീങ്ങളിൽ നിന്ന് പഠിക്കാതെ, കിതാബുകൾ നോക്കി പഠിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ആർക്കും എന്തും വിളിച്ചു പറയാൻ കഴിയുന്ന കാലം. ആലിം സെ ഹോംഗെ ദൂർ, ആലിമീങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്ന കാലം. ആധാർ ഖിയാമത്ത് കി യേ ബാത് ബതാ ദീ, ലോകത്തിന്റെ അടയാളമാണിതെന്ന് മുത്തുനബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുവല്ലോ. ബേറ്റി കഹേഗി മാൻ സെ മാനോ മേരി നസീഹത്ത്, मैंने हदीस പാക്കി യേ ബാത് ബതാ ദീ. ഉമ്മമാരെ അവരവരുടെ പെൺകുട്ടികൾ വരച്ച വരക്ക് നിർത്തുന്ന കാലം. അതിനാണ് അൻതലിദൽ അമതു റബ്ബതഹാ, ഒരു അടിമ സ്ത്രീ തന്റെ ഉടമസ്ഥക്ക് ജന്മം കൊടുക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഉമ്മമാരെ പേടിപ്പിക്കുന്ന കാലം. ഇത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളാണ് പറയേണ്ടത്.
സ്വന്തം കയ്യിൽ കൊച്ചുമോളായി വളരെ ചെറിയ പ്രായത്ത് പ്രസവിച്ച നാള് മുതൽ സ്നേഹം കൊടുത്ത് നെഞ്ചിലെ അമ്മിഞ്ഞപ്പാല് കൊടുത്ത് സ്നേഹത്തോടെ മോൾക്ക് വേണ്ടി, കുഞ്ഞിന് വേണ്ടി ഏറ്റവും നല്ല വസ്ത്രം, അത് നല്ലൊരു മോളിൽ നല്ലൊരു ഷോപ്പിൽ പോയിട്ട് മോൾക്ക് ഏറ്റവും നല്ല സാധനം, അവളുടെ ആഘോഷ പരിപാടികൾ നല്ല മനോഹരമാവാൻ ഇഷ്ടം പോലെ കാശുകൾ ചെലവഴിച്ചത്, അങ്ങനെ താലോലിച്ച് വളർത്തിയ മക്കൾ +2 ആകുമ്പോഴേക്കും തനിക്കൊരു കാമുകനുണ്ട് എന്ന് പറയുമ്പോ ഉമ്മ ഇതെങ്ങാനും ഉപ്പയോട് പറഞ്ഞാൽ നിങ്ങളെ കാച്ചിക്കളയുമെന്ന് ഉമ്മമാരെ കൈ ചൂണ്ടി പേടിപ്പിക്കുന്ന പെൺകുട്ടികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് സങ്കടത്തോടെ ഞാൻ പറയുകയാണ്. ഉമ്മമാരെ പേടിപ്പിക്കുന്നവർ വാപ്പമാർ ഗൾഫിലാണ്, ഉമ്മ എനിക്ക് വേണ്ട കാശ് വേണം, എന്തിനെന്ന് ചോദിക്കേണ്ട. തന്റെ റൂമിലേക്ക്, തന്റെ വീട്ടിലേക്ക് ഏതെങ്കിലും സദ്യയുടെ പേര് പറഞ്ഞ് കൂടെ പഠിക്കുന്ന ചെറുക്കന്മാർ, ആൺകുട്ടികൾ കടന്നു വരുമ്പോൾ ആ പെൺകുട്ടികൾ, വീട്ടിലുള്ള പെൺകുട്ടി തന്റെ റൂമിലേക്ക് തന്റെ കൂട്ടുകാരികളോടൊപ്പം ഈ കൂട്ടുകാരെയും നിർലജ്ജം കൊണ്ടുപോവുകയും, ഞങ്ങൾ കൂടെ പഠിക്കുന്നവരല്ലേ, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലയോ, ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഇതിലെന്ത് കുഴപ്പമാണ് എന്ന് പറഞ്ഞ് പ്രായമായ പെൺകുട്ടികൾ പ്രായമായ ആൺകുട്ടികളെ റൂമുകളിൽ വിളിച്ചു വരുത്തുകയും, ഇതെങ്ങാനും ഒരു ഉമ്മ ചോദ്യം ചെയ്താൽ ആ ഉമ്മയെ വായടക്കി പിടിക്കാൻ കഴിയുന്ന ആർജവം കാണിക്കുന്ന പെൺകുട്ടികൾ. ഇതാണ് ഒരടിമ സ്ത്രീ തന്റെ ഉടമസ്ഥയെ പ്രസവിക്കുക എന്ന വാക്കിലൂടെ എന്ന ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിലുള്ള വചനമാണ്. അതിന്റെ അർത്ഥം പെൺകുട്ടികൾ ഉമ്മമാരെ പേടിപ്പിച്ചു നിർത്തുന്ന കാലമെന്ന് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ. ഇത് നമ്മൾ കണ്ടതാണോ, ഇനി കാണാൻ പോവുകയാണോ എന്ന് നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളാണ് നിങ്ങളോട് ചോദിക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് നോക്കി, ബേട്ടി കഹേഗി മാൻസേ മാനോ മേരി നസീഹത്ത്, പെൺകുട്ടി പറയും ഉമ്മയോട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. मैंने हदीस पाकी ये बात बता दी. മുത്തുനബിയാണ് പെൺകുട്ടികൾ ഉമ്മമാരെ ഇങ്ങനെ പേടിപ്പിക്കുമെന്ന് പറഞ്ഞത്. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന മോളോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളോട്, +2നോ +1നോ പഠിക്കുന്ന മോളോട്, ഡിഗ്രിക്ക് പഠിക്കുന്ന മോളോട്, മോളെ നീ നിസ്കരിച്ചോ എന്ന് ഉമ്മ ഒരു തവണ ചോദിച്ചാൽ പ്രശ്നമല്ല, 2 നേരം ചോദിച്ചാൽ പിന്നെ ഉമ്മയെ പേടിപ്പിക്കാനായി. നിങ്ങൾ എന്തിനാണ് എന്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ നിസ്കരിക്കും, ഇല്ലെങ്കിൽ നിസ്കരിക്കൂല എന്ന് സ്വന്തം ചോരയിൽ ജനിച്ച ഉമ്മയോട് വാ തുറന്ന് പറയുന്ന തന്റെ ഇടമല്ല ധിക്കാരം കാണിക്കുന്ന മക്കൾ ഈ സമുദായത്തിൽ ഒരിക്കലും ഉണ്ടാവാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മക്കൾക്ക് സൽബുദ്ധി അള്ളാഹു നൽകട്ടെ. സ്വന്തം ചോരയിൽ പിറന്ന മക്കളോട് നന്മ പറഞ്ഞു കൊടുക്കാൻ പേടിക്കുന്ന വാപ്പമാരും ഉമ്മമാരുമുള്ള കാലം അവർക്കറിയുമോ? ഈ +2നും ഡിഗ്രിക്കും എത്തുന്ന പ്രായത്തിന്റെ മുമ്പ് ചോര പൈതലുകളായി തോളിലേറ്റി കയ്യിൽ വെച്ച് ഉറക്കമിളച്ച് പാട്ടുപാടി കൊടുത്ത് താരാട്ടുപാടി വളർത്തി കൊണ്ടുവന്ന മക്കളാണിത്. നാളെ ഇതേ ഉമ്മയെ ഉപ്പയെ പേടിപ്പിക്കുന്നത്. മുത്തുനബി തങ്ങൾ ഈ ഉദാഹരണം, ഈ അടയാളം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണ്. ഓർക്കണം, 2 ഉത്തരമാണ്. മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബ് വഫാത്താകുന്നതിന്റെ 80 ദിവസങ്ങൾക്ക് മുമ്പ് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിച്ചുവല്ലോ, യാ റസൂലല്ലാഹ് അഖ്ബിർനി അൻ അമാറാതിഹാ, ഈ ലോകത്തിന്റെ അന്ത്യം നടക്കുന്നതിന്റെ അടയാളങ്ങൾ വല്ലതും പറഞ്ഞു തരുമോ? ാണ് ആളുകൾ അമ്പരച്ചുംബികളായ സ്കൈ സ്ക്രാപ്പേഴ്സ് ഉണ്ടാക്കുകയും അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം പെൺകുട്ടികൾ ഉമ്മമാരെ അനുസരിക്കാത്ത കാലം എന്ന് നബി തങ്ങൾ 2 അടയാളമാണ് ഹദീസ് ജിബ്രീലിൽ പറഞ്ഞത്. ആ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടെന്നാണ്. അത്രയും ശ്രേഷ്ഠമായ ഗൗരവമുള്ള ഒരു സ്ഥലത്താണ് നബി തങ്ങൾ പറഞ്ഞത്, പെൺകുട്ടികൾ ഉമ്മമാരെ പേടിപ്പിക്കുന്ന കാലം. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. ഇത് നമ്മുടെ പെൺകുട്ടികൾ കേൾക്കണം. ആ പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മുടെ മക്കളെങ്കിൽ ഇത് നബി തങ്ങളുടെ ശാപമാണ്, ഹബീബിന്റെ ശാപമാണിത്. ഈ ഉമ്മത്തിന് അള്ളാഹു അപകടം വരുത്തുന്ന അടയാളമാണ് ഈ മക്കൾ. അവർ ജീവിച്ചിരിക്കുന്നത് ഈ ഉമ്മത്തിന് ഭാരമാണെന്ന് ഹബീബിന്റെ ഹദീസ് പഠിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ഓർക്കണം. ഉമ്മമാരെ പേടിപ്പിക്കാൻ വരല്ലേ, അവർ നിങ്ങൾക്ക് ജന്മം തന്നവരാണ്, നിങ്ങളുടെ ജന്മത്തിന്റെ കാരണക്കാരാണവർ. അവരില്ലെങ്കിൽ നിങ്ങളില്ല, അവരില്ലെങ്കിൽ നിങ്ങളില്ല. പിന്നെയല്ലേ നിങ്ങളുടെ നട്ടെല്ലുയർത്തിയുള്ള ഈ വർത്തമാനം, സംസാരിക്കാൻ നാവും തന്റെ ഇടവും എഴുന്നേറ്റ് നിൽക്കാൻ നിനക്ക് ആരോഗ്യവും ഉണ്ടായത് മോളെ, മോനെ, നിന്റെ ഉമ്മയുടെ ഉപ്പയുടെ കഠിനാധ്വാനവും അവരുടെ കാരുണ്യവും അവരുടെ സംരക്ഷണവുമാണ്. അവരോട് നന്ദികേട് പറയല്ലേ, അവരോട് നന്ദികേട് പറയല്ലേ, അവരെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്ന് അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. സർക്കാരെ ദോ ആലം നേ അലാമാത് ബതാ ദി ആയേഗി കബ് ഖിയാമത്ത്
ये बात बता दी മുഹമ്മദുർ റസൂലുള്ളാഹ് വസദഖ റസൂലുള്ളാഹ്. ഹബീബ് പറഞ്ഞത് സത്യമാണ്, അവിടുന്ന് പറഞ്ഞത് പച്ചയായ സത്യം. രാവിന് ശേഷം പകലുള്ള പോലെ, പകലിന് ശേഷം രാവുള്ള പോലെ പച്ചയായ സത്യമല്ലാതെ ലോകത്തിന്റെ ഒരു ലോകത്തോട് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കാണാനിരിക്കുന്നതിൽ ഒന്നുകൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അത് ഇറാഖിൽ നിന്ന് കാണാൻ പോകുന്ന സ്വർണത്തിന്റെ മലയാണ്, സ്വർണത്തിന്റെ ഒരു പർവ്വതം ഇറാഖിൽ കാണാൻ പോവുകയാണ്. റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസ്, യൂഷികു ലാ തഖൂമു സ്സാഅ ഹത്താ യഹ്സിറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബ് يقتتل الناس عليه فيقتل من كل 199 ويقول كل رجل منهم لعلي أكون أنا الذي أنجو. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മഹുല്ലാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹബീബിൽ നിന്ന് കേട്ട ഒരു ഹദീസാണ് പറയുന്നത്. ഇതിന് മുസ്ലിം ലോകത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവം, ഇതുവരെ നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നത്. ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ, യൂഷികു അൻ തഹ്സിറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബിൻ. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മല കണ്ടുകിട്ടാൻ സമയമെടുക്കും. ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ സ്വർണത്തിന്റെ ഒരു മല തന്നെ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കിട്ടാൻ പോകുന്നുണ്ട്. അങ്ങോട്ട് വിസ വിട്ടു വന്നപ്പോൾ നിങ്ങൾ ആലോചിക്കണതില്ലേ ചെറുപ്പക്കാരെ? ഞങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളാരും ഫമൻ ഹദറ, ആരെങ്കിലും അതിന് അവിടെ ചെല്ലുകയാണെങ്കിൽ ഫലാ യഖുദു മിൻഹു ശൈആ, നിങ്ങളാരും ആ സ്വർണത്തിൽ നിന്ന് തൊടാൻ പാടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ഇതാണ് പറഞ്ഞാൽ പിന്നെ ഈ ബാക്കിയുള്ളത് തലയിൽ കയറുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അവിടെ അങ്ങോട്ട് വിസ കിട്ടുമോ, ഇറാഖിക്ക് ആടനെ വെക്കാനൊക്കെ പോകണമല്ലുണ്ട് യമൻക്ക്, പിന്നെ സ്വർണം കിട്ടാൻ ഇറാഖിക്ക് പോകുന്ന ഉറപ്പല്ലേ? അപ്പോൾ എടുക്കരുത് എന്നാണ് പറഞ്ഞത് നബി തങ്ങൾ. അതിലൊരു ഖൈറുണ്ട്. യൂഷികു അൻ യഹ്സിറൽ ഫുറാതു അൻ കൻസിൻ മിൻ ദഹബിൻ. യൂഫ്രട്ടീസ് നദിക്കാണ് ഫുറാത്ത് എന്ന് പറയുന്നത്. അത് ഇറാഖിലൂടെ ഒഴുകുന്നു, സിറിയയിലൂടെ ഒഴുകുന്നു. യൂഫ്രട്ടീസ് നദി എന്നാ പറഞ്ഞ, ഇറാഖ് എന്ന് പറഞ്ഞില്ല. പക്ഷെ ഇറാഖിന്റെ ഹൃദയഭാഗത്തിലൂടെയാണ് ടൈഗ്രീസും യൂഫ്രട്ടീസും കടന്നു പോകുന്നത്. രണ്ട് നദികൾ, ദിജ്ലയും ഫുറാത്തും. ദിജ്ലയാണ് ടൈഗ്രീസ്, ഫുറാത്താണ് യൂഫ്രട്ടീസ്. സിറിയയിലൂടെ കടന്നു പോകുന്നുണ്ട് യൂഫ്രട്ടീസ്. ആ നദിയിൽ എവിടെയോ ഒരു ഭാഗത്ത് സ്വർണത്തിന്റെ ഒരു പർവ്വതമുണ്ട്. സ്വർണത്തിന്റെ ഒരു പർവ്വതം തന്നെ. ആ പുഴ കളന്നു നോക്കിയാൽ, കുഴിച്ചു നോക്കിയാൽ അതിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറബ് പത്രങ്ങൾ ഇതൊക്കെ മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാഖ് അധിനിവേശം നടക്കുന്ന സമയം, ഇറാഖിൽ യുദ്ധം നടന്നപ്പോ, സദ്ദാം ഹുസൈനെ താഴെയിറക്കാനുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ ഒരു കറുത്ത കരമുണ്ട് എന്ന് തുറന്നു കാണിച്ച് അൽ അഖ്ബാർ പത്രം, അൽ അഹ്റാം പത്രം, പ്രഗത്ഭമായ പത്രങ്ങൾ മുഴുവനും ഇറാഖിലും ഇറാഖിന്റെ പരിസരങ്ങളിലും സ്വർണത്തിന്റെ നിധി കണ്ടെത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാഖ് യുദ്ധം നടക്കുന്നതിന്റെ 7 കൊല്ലം മുമ്പ് ലോക ബാങ്കുകൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അമേരിക്കക്കാരൻ, സയനിസ്റ്റാണ്. ആ മനുഷ്യന്റെ ഒരു രഹസ്യ സംഭാഷണം എന്ന് ചോർന്നിട്ടുണ്ട്. അല്പം വർഷങ്ങൾ കഴിഞ്ഞാൽ അമേരിക്കൻ നഗരത്തിലെ പ്രധാനപ്പെട്ട 2 കെട്ടിടങ്ങൾ തകരും. ആ കെട്ടിടങ്ങൾക്ക് പകരം നമ്മൾ ഇറാഖ് പിടിക്കും, ലിബിയ പിടിക്കും, മുസ്ലിം രാജ്യങ്ങൾ നമ്മൾ കടന്നു കയറും. തീവ്രവാദമാണ് വിഷയമെന്ന് പറഞ്ഞ്, ടെററിസമാണ് വിഷയമെന്ന് പറഞ്ഞ് നമ്മൾ മുസ്ലിം രാജ്യങ്ങളെ കയറിപ്പിടിക്കും. നമുക്ക് 2 ബിൽഡിംഗ് ആണ് നഷ്ടപ്പെടാൻ പോകുന്നത്, അവർക്ക് രാജ്യങ്ങളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. വരുന്ന കാലങ്ങളിൽ അത് കാണാൻ കഴിയുമെന്ന് ഒരു ഇംഗ്ലീഷിലെ ഒരു സംഭാഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. അവരാണ് ബാങ്ക് കൺട്രോൾ ചെയ്യുന്നത്, അവരാണ് ലോകത്തെ പൈസയുടെ മൂല്യം നിർണ്ണയിക്കുന്നത്, അവരാണ് ഡിജിറ്റൽ സംവിധാനത്തിലൂടെ കാശുകളെ ഡിജിറ്റലൈസ് ചെയ്തത്.
അവിടുത്തെ കമ്പ്യൂട്ടർ സെർവർ എങ്ങാനും ഡൗൺ ആയി കഴിഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യനും ഒരു ഫിൽസ് പോലും കിട്ടില്ല. കാശ് എല്ലാം ഡിജിറ്റൽ, എല്ലാം ക്രെഡിറ്റ് കാർഡുകൾ, എല്ലാം ഡെബിറ്റ് കാർഡുകൾ. കാശില്ലാതെ ഇലക്ട്രോണിക് വിനിമയം കൊണ്ടുവന്നത് സയനിസ്റ്റുകളുടെ വലിയ ഒരു തന്ത്രമാണെന്ന് വളരെ കാലങ്ങൾക്ക് മുമ്പ് ആളുകൾ പറഞ്ഞതാണ്. അത് പച്ചയായി ഉത്തരവാദപ്പെട്ട ഒരാൾ ഒരു പത്രപ്രവർത്തകനുമായി നടന്ന 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണമുണ്ട്. അതിലദ്ദേഹം വേൾഡ് ട്രേഡ് സെന്റർ തകരാൻ പോകുന്നുവെന്ന് തകർച്ചയുടെ മുമ്പ് പറഞ്ഞു. 2 വർഷം മുമ്പ്. നമ്മൾ പറയുന്നത് ഉസാമ ബിൻ ലാദനാണ്, ചിലർ പിന്നീട് ഏറ്റു പറയും, പത്രങ്ങളൊക്കെ പറയുക തന്നെ, നമ്മളും പറയും ആ ശരി തന്നെ. അതവര് ചെയ്തതിൽ പിറകെയാണ് ഇറാഖ് നമ്മൾ പിടിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഇറാഖ് പിടിക്കും. ആ ഇറാഖ് പിടിച്ചു. അവിടുത്തെ എണ്ണ സംഭരണി എന്നവർ കൊണ്ടുപോയി. ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ പോകുന്നുണ്ട് എന്ന ഹബീബിന്റെ ഹദീസാണ് അടുത്ത ഒരു സംഭവമായി നമുക്ക് പറയാനുള്ളത്. ഇതൊരു പക്ഷേ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. ഇറാഖിനെതിരെ ഉപരോധം നടക്കും. അത് ആരാണ് ചെയ്യുന്നത്? സിറിയക്കെതിരെ ഉപരോധം നടക്കും. അതാരാ ചെയ്യുന്നത്? രണ്ടും 2 വിഭാഗമാണ് ചെയ്യുക. ഇതെല്ലാം നബിതങ്ങൾ ആളുകളുടെ രാജ്യങ്ങളിലേക്ക് സൂചന നൽകുന്ന വാക്കുകൾ ഹബീബായ നബിതങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. 21-ാം നൂറ്റാണ്ടിലേക്ക് വഹയിന്റെ വെളിച്ചത്തിൽ നോക്കുകയായിരുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണത്തിന്റെ ഒരു മഹാഖനി തന്നെ, സ്വർണത്തിന്റെ മലയാൻ, ജബലിൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ പർവ്വതം യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് കണ്ടെടുക്കപ്പെടും. ആ സമയത്ത് ആ സ്വർണം പിടിച്ചടക്കാൻ വേണ്ടി ആളുകൾ അങ്ങോട്ട് ഓടിച്ചെല്ലും. അവിടെ യുദ്ധം നടക്കും. ചില ആളുകൾ അത് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കും. അങ്ങനെ 100 ആൾ ചെന്നാൽ അതിൽ 99 ആളുകളും കൊല്ലപ്പെടുന്ന പോലെ 100-ൽ 99 കൊല്ലപ്പെടും, ഒരാൾ രക്ഷപ്പെടും. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ ഈ സ്വർണ്ണമലയുടെ അവകാശത്തെ ചൊല്ലി അവിടെ യുദ്ധം നടത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാലത്ത് അവർക്കത് കാണാൻ കഴിയും. ഈ ഹദീസ് അവർക്ക് കൈമാറുക. ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നുവെന്ന് സ്വഹീഹ് മുസ്ലിമിലും സ്വഹീഹുൽ ബുഖാരിയിലും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. യൂഷികു അൻ യഹ്സിറൽ ഫുറാത്ത് അൻ കൻസിൻ മിൻ ദഹബിൻ. ഹബീബായി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഫമൻ ഹദറഹു, നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് വന്നാൽ ഫലാ യഖുദു മിൻഹു ശൈആ, ആ സ്വർണ്ണത്തിൽ നിന്ന് ഒന്നുമേ നിങ്ങൾ എടുക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ട. മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസിനെ വ്യാഖ്യാനിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്, ഈ സംഭവം നടക്കുന്നത് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ലോകത്തേക്ക് വരുന്ന സമയത്തായിരിക്കും. ഇമാം മഹ്ദി തങ്ങൾ കടന്നു വരുന്ന കാലത്താണ് ഈ സംഭവം നടക്കുക എന്ന് മഹാനായ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പുലരുകയാണ്. ഇങ്ങനെ ഹബീബായ നബി തങ്ങൾ എന്തൊക്കെയാണോ നമ്മളോട് പറഞ്ഞത് അതിലോരോന്നും പ്രകടമായി കൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ച ഹദീസിലേക്ക് തിരിച്ചു വരാം. മഹാനായ അൽ മുസ്തവരിദുൽ ഖുറശി റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഒരു ഹദീസ് പറഞ്ഞത്. സമിഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. തഖൂമുസ്സാഅ, ലോകാവസാനം സംഭവിക്കുമ്പോൾ വറൂമു അക്സറുൻ നാസ്, യൂറോപ്യരായിരിക്കും, അമേരിക്കക്കാരായിരിക്കും എല്ലാ ജനങ്ങളെക്കാളും മുൻപന്തിയിൽ ഉണ്ടാവുക. അമേരിക്കക്കാരും യൂറോപ്യരും മുൻപന്തിയിൽ നിൽക്കുന്ന കാലത്താണ് ലോകാവസാനം നടക്കുക എന്ന് മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ അൽ മുസ്തൗരിദുൽ ഖുറശി റളിയല്ലാഹു അൻഹു അംർ ഇബ്നുൽ ആസ് എന്നവരോട് പറഞ്ഞപ്പോ മഹാനായ നബി തങ്ങളുടെ മഹാനായ ശിഷ്യനാണ് അംർ ഇബ്നുൽ ആസ് എന്നവര്. അവർ ഒന്നുകൂടെ ചോദിച്ചു, അബ്ശിർ മാ തഖൂൽ, നിങ്ങൾ പറയുന്നതൊന്ന് ആലോചിച്ചു പറയണം, ശ്രദ്ധിച്ചു പറയണം, ശരി തന്നെയാണോ? ഖാല, മുസ്തൗരിദ് എന്നവർ പറഞ്ഞു, അഖൂലു മാ സമിഅതു മിൻ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തന്നെയാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആ നേരം അംർ ഇബ്നുൽ ആസ് എന്നവർ അതിന് മറുപടിയായി പറഞ്ഞു, ലോകത്ത് അമേരിക്കക്കാരും യൂറോപ്യരും മുൻപന്തിയിൽ വരാൻ 5 കാരണങ്ങളുണ്ട്, 4 എണ്ണമുണ്ട്. ഒരു 5 എണ്ണം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇന്ന ഫീഹിം ലഖിസാലൻ അർബഅ, കാരണം ഇന്നഹും ലഅഹ്ലമുൻ നാസി ഇൻദ ഫിത്ന, ലോകത്ത് ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നവർ, ഒരു സ്ഫോടനമുണ്ടായാൽ, ഒരു കലാപമുണ്ടായാൽ വളരെ ബുദ്ധിപരമായി ക്ഷമിച്ച് സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യുന്നവരാണ് ഇംഗ്ലീഷുകാർ. അതുകൊണ്ട് തന്നെയാണ് അവർ മുമ്പിൽ വരാൻ കാരണം. അംർ ഇബ്നുൽ ആസ് എന്നവർ പറയാണ്, നബി തങ്ങളല്ല, സ്വഹാബിയുടെ വീക്ഷണമാണിത്. അംർ ഇബ്നുൽ ആസ് എന്നവർ. പക്ഷേ നമ്മൾ ഇന്ന് അവിടുത്തെ ചുറ്റുപാടുകൾ നോക്കിയാൽ വളരെ കൃത്യമായും ശരിയാണെന്ന് തോന്നും.
അഹ്ലമുൻ നാസി ഇൻദ ഫിത്ന വഅസ്റഉഹും ഇഫാഖതൻ ബഅദ മുസീബ. ഒരു ആപത്ത് സംഭവിച്ചാൽ, ഒരു കൊടുങ്കാറ്റടിച്ചു വീശിയാൽ, ഒരു ഘോരമായ ഭൂകമ്പമുണ്ടായ ഒരു നഗരം അങ്ങ് തകർന്നു കഴിഞ്ഞാൽ, അസ്റഉഹും ഇഫാഖ, വളരെ പെട്ടെന്ന് എല്ലാ ജനങ്ങളെക്കാളും ഉപരി ആദ്യം ബോധം തെളിയുന്നത്, ആ വാക്കിനർത്ഥം അതാണ്, ആദ്യമായി റിക്കവറി ചെയ്യുന്നത്, ആ നഗരം പുനരുദ്ധാരണം ചെയ്യുന്നത്, നഷ്ടപ്പെട്ട ലിങ്കുകളെ കൂട്ടിച്ചേർക്കുന്നത്, ഒരു നഗരത്തെ പുനരുദ്ധാരണം ചെയ്യാൻ മറ്റ് ഏത് രാജ്യക്കാരെക്കാളും ഉപരി യൂറോപ്യരും അമേരിക്കക്കാർക്കും അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞു? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. പിന്നെ പറഞ്ഞു വഔശകുഹും ഖറതൻ ബഅദ ഫറ. ഒരു യുദ്ധം കഴിഞ്ഞാൽ അടുത്ത യുദ്ധം, ഒരടി കഴിഞ്ഞാൽ അടുത്തത്, ഒരു പോരാട്ടം കഴിഞ്ഞാൽ അടുത്തൊരു പോരാട്ടം, ഒരു രാജ്യം തകർത്തു കഴിഞ്ഞാൽ അടുത്ത ഒരു രാജ്യം, ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന് വളരെ പെട്ടെന്ന് സൈനിക സന്നാഹം ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വഖൈറുഹും ലിമിസ്കീനിൻ വയതീമിൻ വദഈഫ്, അവരാണ് പാവപ്പെട്ടവന്റെ കൂടെ നിൽക്കുന്നത്, യതീമിന്റെ കൂടെ നിൽക്കുന്നത്, ദുർബലന്മാരുടെ കൂടെ നിൽക്കുന്നത് അവരാണ്. നമ്മൾ എന്തെല്ലാം പരാതികളും അപര്യാപ്തതകളും കുറ്റങ്ങളും കുറവുകളും അവരെ പറ്റി പറഞ്ഞാൽ തന്നെയും, എവിടെയെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭൂകമ്പമുണ്ടായാൽ യുണൈറ്റഡ് നേഷൻസിന്റെ ആളുകൾ, UNA-യുടെ ആളുകൾ, റെസ്ക്യൂ സേനകൾ രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കാതെ കടലിൽ കുടുങ്ങിയവരെ, കാട്ടിൽ കുടുങ്ങിയവരെ, കാട്ടുതീയിൽപ്പെട്ടവരെ, പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങളിൽപ്പെട്ടവരെ, ഫ്ലഡുകളിൽ പെട്ടുപോയവരെ രക്ഷിക്കുവാൻ വേണ്ടി സുരക്ഷാ സേനകളായി യൂറോപ്യന്മാരുടെ കപ്പലുകളും അവരുടെ വിമാനങ്ങളുമാണ് വരാറുള്ളത്. രാജ്യങ്ങൾ അവരെയാണ് ആദ്യം വിളിക്കുന്നത്. മലേഷ്യൻ ഫ്ലൈറ്റ് 300ഓളം യാത്രക്കാരുമായി കാണാതെയായപ്പോ ആ വിമാനത്തിന്റെ തെരച്ചിലിന് വേണ്ടി ആളുകൾ ക്ഷണിച്ചത്, രാജ്യങ്ങൾ ക്ഷണിച്ചത് യൂറോപ്യന്മാരുടെ കപ്പലുകളാണ്, അമേരിക്കക്കാരുടെ ഫ്ലൈറ്റുകളാണ്. അവരാണ് റെസ്ക്യൂവിന് നേതൃത്വം കൊടുക്കുന്നത്. പാവപ്പെട്ടവരെയും മിസ്കീന്മാരെയും ദുർബലന്മാരെയും സഹായിക്കാൻ ഇവര് മുന്നോട്ട് വരുന്നവരാണ്. ഖൈറുഹും, ജനങ്ങളിൽ ഏറ്റവും നല്ല നന്മ ചെയ്യുന്നവർ, ഇങ്ങനത്തെ നന്മകൾ, സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവർ മുൻപന്തിയിലാണ്. അതുകൊണ്ടാണ് നാളെ ഖിയാമത്തിന് ആളിനോട് അടുക്കുന്ന കാലത്ത് ഹും അഗ്വറൂമു അക്സറുന്നാസ്, റോമക്കാരാണ്. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം യൂറോപ്യരും അമേരിക്കരുമാണെന്നാണ്. ആ ആളുകളാണ് ജനങ്ങളിൽ മുൻപന്തിയിൽ ഉണ്ടാവുക. അവരാണ് ലോകത്തിന്റെ നെറുകയിൽ, അവരായിരിക്കും ഭരണം കൈയാളുക, അവരാണ് ലോകത്തിന്റെ നിയന്ത്രണം നടക്കുക. അവരായിരിക്കും യുദ്ധം വേണോ വേണ്ടേ എന്ന്, ഒരു രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തണമോ വേണ്ടയോ എന്ന്, ഒരു രാജ്യത്തെ നശിപ്പിക്കണോ വളർത്തണോ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന വിധം തലയെടുപ്പുള്ള നേതൃത്വമായി ലോകത്ത് കടന്നു വരുന്നത് ഈ പാശ്ചാത്യന്മാരായിരിക്കും. ആ കാലഘട്ടത്തിലാണ് അന്ത്യനാള് സംഭവിക്കുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ലോകത്ത് നടക്കും എന്ന് വളരെ ചിന്തകന്മാരും എഴുത്തുകാരും എന്ന് സമ്മതിച്ചു കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന 1981 മുതൽ 89 വരെ അമേരിക്ക ഭരിച്ച റൊണാൾഡ് റീഗൻ, അദ്ദേഹമാണ് പറഞ്ഞത്, ദിസ് ജനറേഷൻ ഇൻ പർട്ടിക്കുലർ വിൽ വിറ്റ്നസ് ദ ഹർമജദൂൻ. ഈ തലമുറയാണ് ഹർമജദൂൻ യുദ്ധത്തിന് സാക്ഷികളാകാൻ പോകുന്നത്. എന്താണ് ഹർമജദൂൻ യുദ്ധമെന്ന് നമുക്ക് നാളെ പറയാം. ഈ തലമുറയിൽ അത് സംഭവിക്കും, അവരത് കാണും. ഹർ എന്ന് പറഞ്ഞാൽ അത് ഇബ്രി ഭാഷയാണ്, ജൂതന്മാരുടെ ഭാഷയാണ്. ആ ഭാഷയിൽ ഹർ എന്ന് പറഞ്ഞാൽ മല എന്നാണ്. ജദൂൻ, മജ്ദൂൻ, മജ്ദൂൻ എന്നത് ഒരു മലയുടെ താഴ്വരയുടെ പേരാണ്. ആ മലയും താഴ്വരയും ഉള്ളത് ഫലസ്തീനിലാണ്. ഫലസ്തീനിൽ നടക്കാൻ പോകുന്ന മുസ്ലിമീങ്ങളും യൂറോപ്യരും ഒരുമിച്ച് നിന്ന് അവരുടെ ഒരു കോമൺ ശത്രുവിനെതിരെ, അതാരാ, ഒന്നുകിൽ അത് ഷിആ ഭരണകൂടമായ ഇറാനാണ്, ഒന്നുകിൽ അല്ലെങ്കിൽ അത് ചൈനയാണ്, ജപ്പാൻ, റഷ്യ പോലെയുള്ള മറുരാജ്യങ്ങളാണ്, അല്ലെങ്കിൽ മറ്റേതോ ശക്തിയാണ്. തീവ്രവാദികൾ എന്ന ഒരു പേരിട്ട് വിളിക്കുന്ന ഒരു ശത്രു. ഇങ്ങനെ ഏതോ ഒരു പൊതുശത്രുവിനെതിരെ മുസ്ലിമീങ്ങളും യൂറോപ്യരും ഒരുമിച്ച് നിന്ന് പോരാടുന്ന ഒരു യുദ്ധമാണ് ഹർമജദൂൻ. ഈ ഹർമജദൂൻ യുദ്ധത്തെ സംബന്ധിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ പറഞ്ഞു, ഇത് ഈ തലമുറ അനുഭവിക്കും, അവർക്ക് കാണാൻ കഴിയും. അമേരിക്കക്കാരൻ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനുണ്ട്, ഓറൽ റോബർട്ട്സൺ. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഡ്രാമ ഓഫ് ദ എൻഡ് ടൈം, ലോകാവസാനം എന്ന നാടകം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഇൻ എ ഫ്യൂ ഇയേഴ്സ് ടൈം ദി വേൾഡ് വിൽ വിറ്റ്നസ് ദ എൻഡ്സ്
അല്പം വർഷങ്ങൾക്കുള്ളിൽ ഈ ലോകം നാശകാരിയായ ഒരു യുദ്ധത്തിലേക്ക് ചെന്നെത്തും എന്ന് തൻ്റെ പ്രശസ്തമായ പുസ്തകം ദ ഡ്രാമ ഓഫ് ദ എൻഡ് ടൈം. ഗ്രീസ് ഹാൾസാൽ ഒരു ലേഡിയാണ്, അമേരിക്കക്കാരിയാണ്, എഴുത്തുകാരിയാണ്. അവര് ഹർമജദൂൻ യുദ്ധം, മനുഷ്യത്വത്തെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന ആ യുദ്ധം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ ഞാനും വിശ്വസിക്കുന്നു. ഹർമജദൂൻ യുദ്ധം ഈ കാലഘട്ടത്തിനൊടുവിൽ നടക്കാൻ പോവുകയാണ്. ഇങ്ങനെ ലോകത്ത് വിളിച്ചു പറഞ്ഞ ചിന്തകന്മാരും എഴുത്തുകാരും ബുദ്ധിജീവികളും ഒരുപാടാണ്. ജെയിംസ് ഗേറ്റ്സ്, അദ്ദേഹം ലോകത്തിന് സമാധാനം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു അമേരിക്കൻ പ്രീസ്റ്റാണ്. അദ്ദേഹം പറയുന്നു, ഐ വിഷ് പീസ് ഫോർ ദ സൊസൈറ്റി ഓഫ് ദ വേൾഡ്, but I believe that the Harmageddon war will happen soon in Palestine. സമാധാനം ലോകത്തിന് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഫലസ്തീനിലെ ഹർമജദൂനിൽ ഒരു മഹായുദ്ധം നടക്കാൻ സമയമായി എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു എന്ന് ജെയിംസ് ഗേറ്റ്സ്. പ്രഗത്ഭരായ ചിന്തകന്മാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ശാസ്ത്രകാരന്മാർ, സ്റ്റീഫൻ ഹോക്കിംഗ്, the scientist on the wheelchair, എഴുന്നേൽക്കാൻ കഴിയാത്ത, നടക്കാൻ കഴിയാത്ത ഒരു വീൽ ചെയറിൽ വർഷങ്ങളായി ഇരിക്കുന്ന പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് പോലെയുള്ള ആളുകൾ ഈ പ്രപഞ്ചത്തിന്റെ നാശം വന്നെടുത്തുവോ എന്ന് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ വിശുദ്ധരായ ഹബീബായ നബി തങ്ങളുടെ ഹദീസിന്റെ ആ ഒരു വചനത്തിന് ഉപോത്ബലകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവയാണ്. നബി പറഞ്ഞത് ഇന്നല്ല, 1400 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ചിലർ ചോദിക്കും, നോസ്ട്രഡാമസ്, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടല്ലോ. നോസ്ട്രഡാമസ് യൂറോപ്യനാണ്, അദ്ദേഹം പ്രവചനം ചെയ്ത ആളാണ്. ഒരുപാട് യുദ്ധങ്ങളും സംഭവങ്ങളും നടക്കുമെന്ന് ഒരുപാട് പ്രവചിച്ച ആളാണ്. പക്ഷേ നോസ്ട്രഡാമസ് ഒരിക്കലും ഒരു ഡേറ്റ് പറയാറില്ല, ആളുകൾ കണക്ക് കൂട്ടി പറയില്ല. നോസ്ട്രഡാമസ് ജൂതനാണ്. അദ്ദേഹം ജൂത ഗ്രന്ഥത്തിൽ മൂസ നബി അലൈഹിസ്സലാമിന്റെ തൗറാത്തിൽ അള്ളാഹു മൂസ നബിയോട് പറഞ്ഞ ഖിയാമത്തിന്റെ അടയാളങ്ങൾ സ്വന്തം അഭിപ്രായമായി പറയുന്ന ആളാണ് നോസ്ട്രഡാമസ്. അതുകൊണ്ട് കുട്ടികൾ അത്ഭുതപ്പെടേണ്ട. മുത്തുനബി തങ്ങളുടെ വഹി സത്യസന്ധമായ വഹി. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹാ. അല്ലാഹു നൽകുന്ന ദിവ്യബോധനമല്ലാതെ മുഹമ്മദ് റസൂലുള്ളാഹി സംസാരിക്കുകയില്ല. അവിടുന്ന് ഇഷ്ടപ്പെട്ടതല്ല പറയുന്നത്, അല്ലാഹു പറയുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. കഴിഞ്ഞ ഒരു തലമുറയിൽ നമ്മൾ കണ്ടത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാൻ പോകുന്നത്, ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളുടെ തിരുദൂതർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ദൂതർ ആ പറഞ്ഞത് സത്യമായി പുലരുകയാണെങ്കിൽ, നിബിതങ്ങൾ ഖബറിനെ കുറിച്ച് പറഞ്ഞത്, നിബിതങ്ങൾ സിറാത്തിനെ കുറിച്ച് പറഞ്ഞത്, മീസാനിനെ കുറിച്ച് പറഞ്ഞത്, നരകവും സ്വർഗവും ഉണ്ടെന്ന് പറഞ്ഞത്, പരലോക ജീവിതമുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്, ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണെന്ന് 1000 തവണ നമ്മുടെ ഈമാൻ ഉറപ്പിക്കാനാണ് ഈ ചർച്ചകൾ നമുക്ക് ഉപകാരപ്പെടുന്നത്. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അന്ത്യനാളിന്റെ അപകടങ്ങളിൽ നിന്ന് അല്ലാഹു ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.